മക്കളിവിടെ ഒന്നായി തീർന്നൊരു നിമിഷം അവനിലെ ബോറടി മാറ്റും അവതാരകരുടെ കൂട്ടം. അവതാർ ഹേ അവതാർ അവതാർ ഹേ അവതാർ. ചാനലിലെ ചിത്രങ്ങളും സുട്ടേജിലെത്തും സ്റ്റാറുകളും റേഡിയോതൻ ശബ്ദക്കുളിരും കമന്തരിയിൽ കത്തുന്നോരും കരളൊന്നായി കൈകോർക്കുന്നിവിടെ. പ്രസാദന്റെ മുടി വിഗ് വെച്ചിട്ടാണോ? ആരും അങ്ങനെ എനിക്ക് ഒറിജിനൽ മീഡിയ വിൽക്കുന്നല്ല. നോക്ക് അതെ, ഇത്ര മോശമായ വിഗ് ആർക്കും ഉണ്ടാക്കാൻ പറ്റില്ല. നാടിനാകെ നന്മകൾ ചെയ്യാൻ കൂട്ടുകാരെ ചേർത്തു പിടിക്കാൻ തലമുറകൾ ഒന്നായി ചേരുന്നേ. അവതാരകൻ ഒന്നായി ചേരുന്നേ. ഹലോ നമസ്കാരം, ഇസ്മി അഡ്വക്കേറ്റ് ജസ്ന. നമ്മുടെ മലനാടൻ ടിവിയുടെ പ്രോഗ്രാമാണിത്. ഇന്ന് അവതാർ സംഘമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എറണാകുളത്ത്. അപ്പോൾ നമ്മുടെ അതിഥിയായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് കേട്ടോ പക്രുചേട്ടനാണ്. പക്രുചേട്ടൻ എൻ്റെ വിശേഷങ്ങൾ? നമസ്കാരം. നമസ്കാരം. നല്ല നല്ല വിശേഷങ്ങൾ. അതെ അല്ലേ? ഈ പറഞ്ഞ പോലെ തന്നെ അവതാരകരുടെ ഒരു സംഘം ഒരു അസോസിയേഷൻ ഇങ്ങനെ ഒരു അസോസിയേഷൻ ആരംഭിച്ചത് നേരത്തെ അറിഞ്ഞിട്ടുണ്ട്. ഓക്കെ. പക്ഷെ അതിൽ ഭാഗമായിട്ട് ഗസ്റ്റായിട്ട് ആദ്യമായിട്ടാണ്. അപ്പം ഇവിടെ വന്നപ്പോൾ എന്താണ് തോന്നിയത്? മീൻസ് ഒരുപാട് അവതാരകരാണ് ഇവിടെ ഉള്ളത് അല്ലേ? എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സംഗമം നടക്കണമെന്ന് തോന്നുന്നു. മീൻസ് സിനിമ ആർട്ടിസ്റ്റ്, മ്യൂസിക്, അങ്ങനെ മൂവി ആർട്ടിസ്റ്റ് അങ്ങനെ വെച്ചിട്ട് ഒരുപാട് അസോസിയേഷൻ ഉണ്ടെങ്കിലും ഒരു അവതാർ സംഗമം എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുതിയൊരു കേൾവിയായിട്ടാണ്, പുതിയ അറിവായിട്ടാണ് എന്നെ സംബന്ധിച്ച് വന്നത്. എന്താണ് പറയാനുള്ളത്? ഞാൻ തന്നെ ഏതാണ്ട് ഒരുപാട് അസോസിയേഷനുകളുടെ ഭാഗമാണ്. അതെ അതെ. അപ്പോൾ ഇതൊരു പുതുമയാണ്. കാരണം നമ്മളും ചാനലുകളിലൊക്കെ അവതാരകരായിട്ട് നിന്നിട്ടുണ്ട്. പിന്നെ ഒരു പ്രോഗ്രാമാണെങ്കിലും നമ്മളിപ്പോൾ കഥാപ്രസംഗം അല്ലെങ്കിൽ അത്തരത്തിലുള്ള വൺ മാൻ ഷോ ചെയ്യുന്ന പരിപാടികളിലെല്ലാം ശരിക്കും അവതാരകർ തന്നെയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ കേരളത്തിലുള്ള മികച്ച അല്ലെങ്കിൽ മുൻനിരയിൽ നിൽക്കുന്ന കലാകാരന്മാർ, അവതാരകർ, ഒപ്പം തന്നെ വരുന്ന അവതാരകർ, അങ്ങനെ എല്ലാവരെയും കൂടെ ചേർത്തുകൊണ്ട് ഒരു നല്ലൊരു ആശയം തന്നെയാണ്. കാരണം ഈ പറഞ്ഞ പോലെ തന്നെ ഒന്നിച്ചു നിൽക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ള ഒരു തോന്നലിൽ നിന്നാണല്ലോ ഓരോ സംഘടനകളും ഉണ്ടാകുന്നത്. അപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാനാണെങ്കിൽ, പ്രോത്സാഹിപ്പിക്കാനാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ആദ്യത്തെ ഒരു ഇൻ്റർവ്യൂ ആണ് പക്രുചേട്ടൻ്റെ ഇവിടെ. ഇതെൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂ ആണ്. ഇതെൻ്റെ ഒരു പ്രൊഫഷനല്ല, ജസ്ന, അഡ്വക്കേറ്റ് ജസ്നാണ്. ഓക്കെ. അപ്പോൾ ഞാൻ പ്രൊഫഷൻ ഞാൻ അഡ്വക്കേറ്റാണ്. പക്ഷേ എനിക്ക് ആഗ്രഹങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഒരുപാട് സംസാരിക്കും. ഇതിന് ഒരു പ്രിപ്പറേഷൻ ഇല്ലാണ്ടാണ് ഓടിപ്പിടിച്ച് വന്നത്. ഈ സംഘടനയിൽ ഇല്ല, ഞാൻ അംഗമല്ല. തീർച്ചയായിട്ടും ഒരു ആങ്കറിങ് എന്നുള്ളത് എൻ്റെ ആഗ്രഹമാണെന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നും അല്ലായിരുന്നു. പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ വരണം, ഒരു പ്രിപ്പറേഷൻ ഇല്ലായിട്ടാണ് ഓടി വന്നത്. അപ്പോൾ ഞാനും അങ്ങനെ ഇവിടെ നമ്മളിങ്ങനെ സംസാരിക്കുമെന്ന് വിചാരിച്ച് വന്നല്ലോ. തീർച്ചയായിട്ടും നമുക്ക് പുറത്ത് വോയിസ് കയറി വരുന്നുണ്ട്, അത് അവിടെ പ്രോഗ്രാം നടക്കുന്നുണ്ടാണ്. അപ്പോൾ അതിനിടയിൽ നിന്നാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ സന്തോഷത്തിനിടയിൽ നമ്മൾ ഒത്തുചേരും, നമ്മുടെ കാര്യങ്ങളെല്ലാം പറയുന്നു. എന്തായാലും ഈ അസോസിയേഷനെ എല്ലാ ആശംസകളും. ഒരുപാട് നല്ല നല്ല മികച്ച കലാകാരന്മാരും അത്യാവശ്യം നല്ല നേതൃപാഠവും ഉള്ളവരൊക്കെ തന്നെയാണ് അകത്തുള്ളവർ. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ നല്ല മുന്നേറ്റം നടത്താൻ ഈ അസോസിയേഷന് കഴിയും. അതുപോലെ തന്നെ നല്ല നല്ല പരിപാടികൾ അവർക്ക് ചെയ്യാൻ പറ്റും. കാരണം ഒരുപാട് അവതാരകർ എന്ന് പറയുമ്പോൾ തന്നെ ഒരു പരിപാടിയുടെ ഏറ്റവും കളർഫുള്ളായിട്ടുള്ള ഒരു പോയിന്റാണ് അവതാരകർ. അങ്ങനെയുള്ളവരെല്ലാവരും നല്ലൊരു
രസമുള്ളൊരു പരിപാടിയായിരുന്നു. എനിക്ക് തോന്നുന്നു ടിനി ടോം ചേട്ടനും പക്രു ചേട്ടൻ ഒരു സ്റ്റേജിൽ രണ്ടുപേരും നിന്ന് കഴിഞ്ഞാൽ എനിക്കൊന്ന് അവതാരകരൊക്കെ മാറി നിന്ന് പോകും. ഞങ്ങൾ ഒരുമിച്ച് ആദ്യത്തെ ഞങ്ങൾ അവതാരകരായിട്ട് വരുന്ന TV ഷോ ആയിരുന്നു സവാരി. അതാണ് ആദ്യത്തെ ചാനലിൽ അവതരണം എന്നുള്ള രീതിയിൽ ഞങ്ങൾ രണ്ടുപേരും ചെയ്തു. അപ്പോൾ അത് ഒരു വലിയ ഹിറ്റായി ആ ഷോ. ആ ഒരു രണ്ടുപേരെ പ്രേക്ഷകർ കണ്ട് സുപരിചിതരായി. അങ്ങനെയാണ് നമ്മുടെ ഒരു ആദ്യകാല തുടക്കം എന്ന് പറയുന്നത്. ഇപ്പോഴും ആ സൗഹൃദം ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയല്ലേ? സിനിമയിലാണ് കൂടുതൽ ഞങ്ങൾ ചെയ്യുന്നത്. പിന്നെ റിയാലിറ്റി ഷോയുടെ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ മോട്ടിവേറ്റേഴ്സ് ആയിട്ടൊക്കെ ഇരിക്കാറുണ്ട്. അതെ, എനിക്ക് തോന്നുന്നു ഇപ്പോൾ സ്റ്റേജ് ഷോസ് കുറവാണെന്ന് തോന്നുന്നുണ്ടല്ലേ കമ്പാരിറ്റീവ്ലി? ഇപ്പോൾ പൊതുവേ സ്റ്റേജ് ഷോസ് കുറഞ്ഞു വരുന്നൊരു കാലമാണ്. കാരണം കൂടുതലും എന്താ പറയുക, നമ്മുടെയൊക്കെ പഴയ കാലങ്ങളിൽ വെച്ചാൽ തുടക്കകാലങ്ങളിലൊക്കെ കിലോമീറ്ററുകളോളം നടന്നൊക്കെയാണ് കലാപരിപാടികൾ കാണാൻ ആളുകൾ വന്നു. തീർച്ചയായും. അപ്പോൾ അങ്ങനെ നടക്കേണ്ട ആവശ്യമില്ല. മൊബൈലിൽ തന്നെ ലൈവായിട്ട് അതേ പ്രോഗ്രാം തന്നെ കാണാവുന്ന ഒരു കാലത്തിലായിരിക്കുന്നത്. അതെ, തീർച്ചയായും. അതുകൊണ്ട് തന്നെ കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് പ്രോഗ്രാമുകൾ അതെ അതെ, എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയുടെ കടന്നുകയറ്റം വന്നതോടുകൂടിയിട്ടാണെന്ന് തോന്നുന്നു കുറേയൊക്കെ ഈ സ്റ്റേജ് പ്രോഗ്രാംസ് കുറഞ്ഞു വന്നത്. അങ്ങനെ തോന്നുന്നത്, അങ്ങനെ ആ ചോദ്യത്തിന് പ്രസക്തി ഉണ്ടോ? അങ്ങനെ വരില്ല. ഓരോ കാലഘട്ടത്തിൻ്റെ അപ്ഡേഷൻ്റെ ഭാഗമാണ്. അതെ, പ്രേക്ഷകൻ്റെ ആസ്വാദന നിലവാരം അവരുടെ താല്പര്യത്തിന് അനുസരിച്ചായിരിക്കും ആളുകൾ ചൂസ് ചെയ്യുന്നത്. ചിലർക്ക് ചിലപ്പോൾ ചിരിക്കാനായിട്ട് ഒരു റീല് കണ്ടാൽ മതിയാവും, സാറ്റിസ്ഫൈഡ് ആയിരിക്കും. സമയം വേഗം ഒന്ന് പോകുന്നു എന്ന് പറയും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ്. ആ മാറ്റങ്ങളെ നമുക്ക് അതിൻ്റെ കൂടെ നിൽക്കാറുള്ളതല്ലാതെ ചെയ്യാൻ പറ്റില്ല. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു കൊറോണ കാലഘട്ടത്തിന് ശേഷം, കൊറോണയുടെ ശേഷമാണ് ആളുകൾ കൂടുതലായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസ് ആയും ഏതൊരു സാർ ഇവിടെ വന്ന് നിൽക്കുന്നത് പോലും ഇപ്പൊ ചിലപ്പോൾ ലൈവായിട്ട് പോയിട്ടുണ്ടാവും. പണ്ടാണെങ്കിൽ ഒരു TV ഷോയിൽ കൂടെ മാത്രം നമ്മൾ കണ്ടുകൊണ്ടിരുന്നാണ്. അതാണ് ഞാൻ പറഞ്ഞത്, സോഷ്യൽ മീഡിയയിൽ നമ്മുടെ കടന്നുകയറ്റം നമ്മൾ ചിലപ്പോൾ ചില പ്രൈവസിയും കൂടി നഷ്ടപ്പെടാം ചില സമയം. നമ്മുടെ കാര്യങ്ങൾ കാണുന്നു, നമ്മുടെ ആക്ടിവിറ്റീസ് കാണാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് തന്നെ താല്പര്യങ്ങൾക്കനുസരിച്ച് ചൂസ് ചെയ്യാൻ, താല്പര്യമുള്ളത് കാണാൻ, അല്ലാത്തത് സ്കിപ്പ് ചെയ്ത് കളയാൻ പറ്റിയൊരു താല്പര്യം. അതുകൊണ്ട് അതെല്ലാം ഒരു ഈ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സൊസൈറ്റിയുടെ ഒരു അപ്ഡേഷൻ്റെ പിന്നെ പുതിയ സിനിമകളെ കുറിച്ചിട്ടൊക്കെ റിലീസായി കഴിഞ്ഞു പോയി. ആ സിനിമയെ കുറിച്ച് പറയാതെ എനിക്കൊന്ന് ഗിന്നസ് റെക്കോർഡ് കിട്ടിയതല്ലേ അതെല്ലാം നമുക്ക്? ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങളുടെ മലനാടൻ ടിവികളോട് പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? മലനാടൻ ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം പറഞ്ഞ ക്രിസ്മസ് ആശംസകൾ അറിയിക്കുന്നു. എന്തായാലും അവതാര സംഗമത്തിന് എല്ലാവിധ ആശംസകളും. താങ്ക് യു. എല്ലാ മലനാടൻ ടിവിയുടെ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം പറഞ്ഞ ക്രിസ്മസ് പുതുവത്സരാശംസകൾ. ഹലോ നമസ്കാരം, ഇറ്റ്സ് മീ അഡ്വക്കേറ്റ് ജസ്ന. ഇത് നമ്മുടെ മലനാടൻ ടിവിയുടെ പ്രോഗ്രാമാണ്. നമ്മുടെ അവതാർ പ്രോഗ്രാമിൽ വന്ന നമ്മുടെ ഗസ്റ്റുകളാണ് കേട്ടോ. ഞാൻ ഗസ്റ്റ് അല്ല, ഞാനിതിന്റെ പ്രസിഡന്റാണ് അവതാർ സംഘടന. ഇത് ഗസ്റ്റ് അല്ലേ? ഇത് ഗസ്റ്റാണ്, ഞങ്ങളുടെ ഗസ്റ്റാണ്, ഞങ്ങളുടെ സഹോദരൻ. അതെ, ഈ ഒരു അവതാർ ടിവിയുടെ ഈ അവതാർ ചാനലിന്റെ ഇതിൽ ആദ്യമായിട്ടാണോ ചേട്ടാ വരുന്നത്? അതെ അതെ, പക്ഷെ ഇതിൽ എല്ലാവരും എൻ്റെ സുഹൃത്തുക്കളാണ്. ഞാൻ കുഞ്ഞുനാളിലൂടെ നമ്മുടെ മിമിക്സ് തന്നെയുള്ളൂ. അപ്പോൾ എല്ലാവരും മിമിക്രിക്കാരാണ്, അവതാരകരാണ്. അല്ലെങ്കിൽ ഞാൻ അവതരിപ്പിക്കുന്ന പരിപാടിയിൽ ഇവരായിരിക്കും അവതാരകർ. എങ്ങനെയായാലും നമ്മൾ അല്ലേ, എങ്ങനെയാലും അങ്ങോട്ട് കണക്റ്റഡ് ആണ് ഞങ്ങൾ എല്ലാവരും. ആദ്യമായിട്ടാണോ ഇങ്ങനത്തെ ഒരു സംഘടന, മീൻസ് അവതാരകരുടെ ഒരു സംഘടന അല്ലേ? 7 വർഷമായിട്ട് തുടങ്ങി. പക്ഷെ അതിൻ്റെ ഒരു എന്താണ് പൂർത്തീകരണം എന്ന് പറയുന്നത് ഈ അടുത്തിടയ്ക്കാണ്. ഇന്ന് കംപ്ലീറ്റ് നമ്മൾ ലീഗലി എല്ലാം അപ്രൂവ്ഡ് ആയിട്ട് വന്നേക്കുന്ന ഒരു ഫസ്റ്റ് മീറ്റിംഗ് ആണ്. നമ്മൾ സെമി ജനറൽ ബോഡി മീറ്റിംഗ് ആണത്. അത് ജെയിംസ് കാമറൂൺ ഇതിന്റെ പേരെടുത്തായിരുന്നല്ലോ, പുള്ളിക്കാണ് പേറ്റന്റ്. അത് കഴിഞ്ഞിട്ട് ഇവരെടുത്തത്. പിന്നെ
പിന്നെ കിട്ടിയിട്ടുള്ളത്. അവതാർ എന്ന് പറഞ്ഞാൽ വേറെ ആർക്കും കിട്ടിയിട്ടുണ്ട്. ജെയിംസ് ക്യാമറൂണിന്റെ പടമില്ല അവതാർ, അതിന്റെ മനസ്സിലായി. മനസ്സിലാവും, ബുദ്ധിയില്ലാത്ത ആളല്ല കേട്ടോ. അവതാർ മൂവിന്റെ ആ ഒരു പേര് എടുത്തിട്ടാണ് നിങ്ങൾ ഈ പേരിട്ടത് അല്ലെ? അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അതായത് നമ്മുടെ ഇതിന്റെ ആദ്യത്തെ ലോഗോ പ്രകാശനം ചെയ്തത് നമ്മുടെ പ്രൊഫസർ മുതുകാടാണ്. അദ്ദേഹം തന്നെ ഈ അവതാർ എന്നുള്ളൊരു പേര് എങ്ങനെ ഇത് സംഭവിച്ചു എന്നുള്ളത് പുള്ളി അതിനെക്കുറിച്ച് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് പറയുകയും ചെയ്തു. അത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ എല്ലാ മേഖലയിൽ നിന്നും ഓരോന്ന് കൊത്തിയെടുത്ത് നോക്കിയപ്പോഴത്തേക്ക് ഈ പേരിങ്ങനെ ഒത്തു വന്നതാണ്. അത് അങ്ങനെ വന്നപ്പോഴത്തേക്ക് അതെ അതെല്ലാം നമുക്ക് പിന്നെ എന്തൊക്കെ സ്വീകരിക്കാമോ ആ രീതിയിലുള്ള എല്ലാം സ്വീകരിക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അവതാരകരെ ഫണ്ടിലേക്ക് വേണമെങ്കിൽ നല്ലൊരു എമൗണ്ട് നിങ്ങൾക്ക് ഡെഡിക്കേറ്റ് ചെയ്യാം ഞങ്ങൾക്ക് വേണ്ടി. അതാണ് ആദ്യം വേണ്ടതല്ലേ. അപ്പോൾ ഈ സംഗമത്തിൽ നമ്മൾ അറ്റൻഡ് ചെയ്തപ്പോൾ ഇതുകൊണ്ട് നേരം വൈകിട്ടാണെന്നുണ്ട് വന്നിരിക്കുന്നു. അപ്പോൾ നേരം വൈകില്ല, എന്നോട് പറഞ്ഞ 4-ന്റെയും 7-ന്റെയും ഇടയിൽ വരാനാ. ഞാൻ നേരം വൈകുന്ന ആളല്ല, അതുകൊണ്ട് തിരുത്തിയതാ. അതല്ല, എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പ്രോഗ്രാമിന് ഒഫീഷ്യലി കുറച്ച് പരിപാടികൾ, മെമ്പർഷിപ്പ് വിതരണം, പിന്നെ രജിസ്ട്രേഷൻ കാര്യങ്ങൾ വരുന്ന പുതിയ അവതാരകർ വരുന്നവരെ എല്ലാം സ്വാഗതം ചെയ്ത് അങ്ങനെ സംഭവങ്ങളുണ്ട്. അത് ഒഫീഷ്യൽ മീറ്റിംഗ്. പിന്നെ ഗസ്റ്റുകളെ ക്ഷണിച്ചിരിക്കുന്ന ഒരു ടൈം പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ഇവർ താമസിച്ചതല്ല, അവർ ആ ടൈം ആയപ്പോഴത്തേക്ക് കൃത്യമായിട്ട് ഇവരൊക്കെ എത്തി. ഞാനൊരു പുതിയ അവതാരികയാണ്, ഇത് അതിൻ്റെ ആദ്യത്തെ ഇന്റർവ്യൂ ആണ്. അപ്പം നമ്മൾ അവതാർ മെമ്പർഷിപ്പ് എടുത്തു. ഇപ്പൊ പൈസ കൂട്ടാൻ പോവാണ്, അതിന് മുമ്പ് എടുത്തു. ഇപ്പോഴും ഓഫറുണ്ട്. പുതിയതായിട്ട് കടന്നു വരുന്ന അവതാരകരോടും എന്താണ് പറയാനുള്ളത്? ഓൾ ദി ബെസ്റ്റ്. അത്രേ പറയാനുള്ളൂ. കടന്നു വരും. അപ്പൊ ഞങ്ങളുടെ മലനാട് ടിവിയുടെ ദേശീയ ഞങ്ങളെ മെമ്പറാന്നേ. പുള്ളിയല്ലേ പറഞ്ഞു വിട്ടത്. അതിനകത്തുനിന്ന് അവതരിപ്പിച്ച ഒരു പെൺകുട്ടി, എന്നെ ഇന്റർവ്യൂ ചെയ്തൊരു കുട്ടി ഈ അവതാറിലൂടെ വന്നിട്ട് അവരുടേതായ ഒരു പൊസിഷൻ ഇന്ന് പിങ്ക് എന്ന് പറഞ്ഞൊരു ചാനൽ തന്നെ അവർ നടത്തുന്നുണ്ട്. ഇപ്പം അവതാർ എന്ന് പറഞ്ഞ പണ്ട് മിമിക്രിക്കാർ എന്ന് പറയുന്നവർ പലപ്പോഴും നടന്നൊക്കെ വന്നുകൊണ്ടിരുന്നത് ഇപ്പം മിമിക്രി കാറിലാണ് വരുന്നത്. മനസ്സിലായോ? കാറില്ലാത്ത മിമിക്രിക്കാരില്ല അല്ലേടാ? കാറില്ലാത്ത മിമിക്രിക്കാരില്ല. പിന്നെ നെസസറി എന്ന് പറഞ്ഞാൽ ഇപ്പം മസ്റ്റാണ്. നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണമെന്നുണ്ടെങ്കിൽ തന്നെ നമുക്കിപ്പം വണ്ടി വിദേശ രാജ്യങ്ങൾ പോലെയാണ്. ഇപ്പം ബസ്സിൻ്റെ മറ്റ് സംഭവങ്ങളുടെ അവൈലബിലിറ്റി കുറഞ്ഞും കൂടിയും ഒക്കെ നിൽക്കുന്നതുകൊണ്ട് സ്വന്തമായിട്ടൊരു കാർ വേണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? അവതാർ എന്ന് പറഞ്ഞാൽ ഇനി അതുപോലെ ഒരു കാറിന് വരും. അപ്പോൾ ഞാൻ പ്രൊഫഷനായിട്ട് തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള അഡ്വൈസും കൂടി തന്നല്ലേ? തീർച്ചയായിട്ടും. കാറില്ലാത്തവർക്ക് കാറുണ്ടാവും, ഫെയിം ഇല്ലാത്തവർക്ക് ഫെയിം ഉണ്ടാവും ഒക്കെ പറയുന്നുണ്ട്. ലക്ഷങ്ങൾ മേടിച്ച് ചെയ്യാമല്ലോ. ഇപ്പൊ എത്ര ലക്ഷം രൂപ മേടിക്കുന്നത് പറയാൻ പറ്റില്ല. ഇല്ല, ഞാൻ ടി വിന്ന് ഞാൻ പറഞ്ഞത് ദിസ് ഇസ് മൈ ഫസ്റ്റ് ഇന്റർവ്യൂ. പക്ഷേ ആസ് എ പ്രൊഫഷൻ കുഴപ്പമില്ല. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾക്കും ഇതിന്റെ സ്പോൺസേഴ്സ് ആയിട്ടുള്ള എസ്മേറ ബ്യൂട്ടി കൺസെപ്റ്റ്സിനും എല്ലാവിധ ആശംസകളും. മലനാട് ടിവിക്കും എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പോൾ ഇനിയും ഒരുപാട് അവതാരകർ ഇതുപോലെ ഉണ്ടായിട്ട് അവതാറിൻ്റെ സംഘടന വിജയത്തിലേക്ക് എത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നമ്മൾ എന്താ പറയുക, മലനാട് ടി വി ഞങ്ങളെ ഒരു സഹോദര സ്ഥാപനമാണ്. പല പരിപാടികളും നമ്മളെ കവർ ചെയ്യുന്നവരാണ്. ഓക്കെ, താങ്ക് യു. ഹലോ, നമസ്കാരം. ഇറ്റ്സ് മീ അഡ്വക്കേറ്റ് ജസ്ന. നമ്മളിന്ന് അവതാർ പ്രോഗ്രാമിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. എന്താണ് അവതാർ പ്രോഗ്രാം എന്ന് ആളോട് തന്നെ ചോദിക്കാം. ഒന്ന് പറയാമോ? ഞാനാണ് ഈ അവതാരം. അതെ. എന്തായാലും സന്തോഷം. കാരണം നിങ്ങളോട് ഈ പരിപാടിക്ക് വന്നല്ലോ. ഞങ്ങൾ കുറേ വർഷങ്ങളായിട്ട് മനസ്സിൽ കൊണ്ടുവരുന്ന ഒരു ആഗ്രഹമാണ് കേരളത്തിലെ 14 ജില്ലകളിലുമുള്ള ആൾക്കാരെ, പ്രത്യേകിച്ച് അവതാരകരെ കൂട്ടി ഏകോപിപ്പിച്ച് ഒരു കുടുംബമായിട്ട് ഒരു സംഗമം പോലെ നടത്തണം. അത് ഇന്ന് ഞങ്ങൾക്ക് സാധിച്ചിരിക്കുകയാണ്. ഞങ്ങൾ അവതാർ സംഗമം എന്ന് പേരിട്ടുകൊണ്ട് ഞങ്ങൾ ഇന്നത്തെ ദിവസം അടിച്ചു പൊളിക്കുകയാണ്. ഇവിടെ ഒത്തിരി ഗസ്റ്റുകളും രമേശ് പിഷാരടിയും ഗിന്നസ് പക്രചേട്ടനും ബിബിൻ ജോർജും അങ്ങനെയുള്ള ഒത്തിരി താരങ്ങളൊക്കെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മലയാള സിനിമയിലെ താരങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ലാൽ സാറും സുരേഷ് ഗോപി സാറൊക്കെ ഇതിൻ്റെ ഭാഗമാകേണ്ട ഒരു സമയമാണിത്. ഇവരൊക്കെ വരും. ഇത് എത്ര വർഷമായിട്ട് നമ്മുടെ അവതാറിൻ്റെ ഒരു കമ്മ്യൂണിറ്റി അസോസിയേഷൻ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്? ഇതെന്താ സംബന്ധിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കുറേ വർഷങ്ങളായിട്ട് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച കുറേ പേരുണ്ട്. കാരണം ഇതൊരു 3-4 വർഷമായിട്ട് ഇതിനു വേണ്ടി ഇത് കണ്ടുപിടിച്ച് ഈ ആൾക്കാരെയൊക്കെ ഏകോപിപ്പിച്ച് കൊണ്ടുവരിക എന്ന് പറയുന്ന ഒരു സംഭവം തന്നെയാണ്. ഇതിന് ജോയി ചേട്ടനും രാജാ സാഹിബും വാൽക്കണ്ണാടിയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ജോയി ജോൺ എന്ന് പറയുന്ന അഡ്വക്കേറ്റ്, പുള്ളിയാണ് ഇതിന് ഏറ്റവും കൂടുതൽ ചുക്കാൻ പിടിച്ചേക്കുന്നത്. ഇത്രയും ഞങ്ങൾ നേരത്തെ പറഞ്ഞാൽ 14 ജില്ലയിലുള്ള ആൾക്കാരെയൊക്കെ സംഘടിപ്പിച്ച് ഞങ്ങളെയൊക്കെ കൂടെ കൂട്ടിയേപ്പിച്ച് കൊണ്ടുവരാന്ന് പറയുന്ന സംഭവം ഏകദേശം ഒരു 3 വർഷം എടുത്തു. 3 വർഷത്തെ പ്രയത്നമാണ് ഇപ്പോൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെ. അപ്പോൾ പുതിയതായിട്ട് കടന്നു വരുന്ന ഞങ്ങളെപ്പോലുള്ള അവതാരകരോടും എന്താണ് പറയാനുള്ളത്?
ഒന്നും പറയരുത്, ഞങ്ങളുടെ പണി കളയാണ്ടിരിക്കുക. അങ്ങനെയല്ല പറഞ്ഞത്. പുതിയ വരുന്ന ആൾക്കാർക്ക് എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് കടന്നു വരാം. മെമ്പർഷിപ്പ് എടുത്തോ? ഇല്ല, എടുത്തിട്ടില്ല. അത് എടുത്തിട്ട് ഇന്റർവ്യൂ മെമ്പർഷിപ്പ് കൊടുത്തിട്ട് വിടുന്നുള്ളൂ. കാരണം 1000 രൂപ മുടക്കി ഇന്നെടുത്ത് 1000 രൂപ, 3000 രൂപയാവും. അപ്പൊ അതുകൊണ്ട് എങ്ങനെയായിരുന്നു അഡ്വക്കേറ്റ് ജസ്ന എന്ന് മെമ്പർഷിപ്പ്, അവതാറിന്റെ മെമ്പർഷിപ്പ് എടുക്കാൻ പോകണം. അപ്പൊ എന്തായാലും പുതിയ വരുന്ന കടന്നു വരുന്ന നമ്മുടെ തലമുറക്കാർക്ക് ഇത് നല്ലൊരു പ്ലാറ്റ്ഫോം തന്നെയാണ്. കാരണം വരുന്ന താരങ്ങൾക്കൊക്കെ ഈ ഒരു അവതാരകരാകാൻ ഏറ്റവും നല്ലതാണ്. പോയിക്കോളൂ. അപ്പം പോവുകയാണോ? ആളോട് എന്തെങ്കിലും ചോദിക്കണം? എനിക്കറിയാം, പേഴ്സണലി അറിയാം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ കട്ട് ചെയ്തോളൂല്ലേ ഇപ്പോൾ? അപ്പോൾ നമ്മുടെ മലനാട് ടിവിനോട് എന്താണ്, നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളെപ്പോലുള്ള ഈ വളർന്നു വരുന്ന പ്രതിഭകൾക്ക് ഒരു വേദി കിട്ടുക എന്ന് പറയുന്നത്. കാരണം ഇങ്ങനൊരു അവതാരിക ഉള്ളതുകൊണ്ടാണല്ലോ ഞങ്ങളെപ്പോലുള്ള അവതാരകർ വന്ന് എടുക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് ഞങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടാവണം, പ്രേക്ഷകർ ഞങ്ങളോടൊപ്പം ഉണ്ടാവണം. ഞങ്ങളുടെ അവതരണമാണ് നിങ്ങളുടെ സന്തോഷം, നിങ്ങളുടെ സ്വീകരണ മുറിയിലേക്ക് ഞങ്ങൾ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഉണ്ടാവണം, ഒപ്പം ഉണ്ടാവണം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇറ്റ്സ് മീ അഡ്വക്കേറ്റ് ജസ്ന ഫ്രം മലനാട് ടി വി. നമ്മുടെ കൂടെ ബേസിലായിട്ടാണ്, ഒരുപാട് വർഷത്തെ ബന്ധം ഞങ്ങൾ തമ്മിലുണ്ട്. അതൊക്കെ പിന്നെ പറയാം. എന്താണ് നമ്മുടെ അവതാർ ഈ പ്രോഗ്രാമിനെ കുറിച്ചിട്ട്, ഈ അസോസിയേഷനെ കുറിച്ചിട്ട് എന്താണ് സംസാരിക്കാനുള്ളത്? അവതാർ വളരെ നല്ലൊരു തുടക്കമാണ് തുടങ്ങിയേക്കണേ. ഞങ്ങൾ ആങ്കേഴ്സിൻ്റെ ഒരു അസോസിയേഷനാണിത്. അത് ശരിക്കും ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ടി വിയിലൂടെയും പൊതുവേദികളിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോൾ നിങ്ങൾ തരുന്ന ഒരു പ്രോത്സാഹനം, നിങ്ങളുടെ ഓരോ കയ്യടിയും നിങ്ങളുടെ ഓരോ പുഞ്ചിരിയാണ് ഞങ്ങളുടെ അസറ്റ്. ആ ഒരു അസറ്റും കൊണ്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. അവതാരണ സംഘടനയ്ക്ക് ഒരുപാട് സമൂഹത്തിന് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഞങ്ങളുടെ സംഘടനയുടെ തന്നെ ആളുകൾക്കും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ള ഉത്തമ ബോധത്തോടെയാണ് അവതാർ വരുന്നത്. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ മലനാട് ടിവിനോട് എന്താണ് പറയാനുള്ളത്? മലനാട് ടി വി തീർച്ചയായിട്ടും നിങ്ങൾ ഞങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും തന്നെ. നമ്പർ 1 ജസ്ന. എനിക്ക് ജസ്നയെ കുറിച്ചൊരു കാര്യം പറയാനുണ്ട്. എൻ്റെ കൂടെ പണ്ട് കുക്കറി ഷോയിൽ കുക്ക് ചെയ്തിട്ടുള്ള ആളാണ് ജസ്ന. ഞാനിന്ന് വന്നപ്പോൾ എനിക്ക് ആദ്യം മനസ്സിലായില്ല, പിന്നെ ഇങ്ങോട്ട് പരിചയപ്പെട്ടപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. ഞാൻ പിന്നെ അപ്പം തന്നെ പറഞ്ഞു. എനിവേ, നമ്മളിങ്ങനെ യാത്രയിൽ, ജീവിതമാകുന്ന യാത്രയിൽ പലപ്പോഴും പല സ്ഥലത്ത് വെച്ച് കാണും. അപ്പോൾ ഈ മലനാട് ടി വി എന്നും നമ്മുടെ കൂടെ ഉണ്ടാവട്ടെ. എല്ലാ ആശംസകളും നേരുന്നു. ഗംഭീരമാവട്ടെ. താങ്ക് യു സോ മച്ച് ചേട്ടാ. താങ്ക് യു. ഹലോ, ഇറ്റ്സ് മീ അഡ്വക്കേറ്റ് ജസ്ന ഫ്രം മലനാട് ടി വി. നമ്മുടെ കൂടെ പ്രസാദ് ഏട്ടനാണ്. പ്രസാദ് ഏട്ടാ, നമ്മുടെ അവതാര ഈ ഒരു അസോസിയേഷനെ കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത്? എനിക്കറിയാമല്ലോ, ഞാൻ പുറമേ നിൽക്കുന്ന ആളല്ല, ഞാൻ അസോസിയേഷനിലുള്ള ആളാണ്. എല്ലാ പ്രോഗ്രാമിനും വരാറുണ്ട്. പിന്നെ അവതാരകരെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, ഒരു പ്രോഗ്രാമിനെ നന്നാക്കുന്നത് അവതാരകരാണ്. അവരുടെ കഴിവുണ്ടെങ്കിൽ ചെറിയൊരു പ്രോഗ്രാമാണെങ്കിലും അതിനെ വലുതാക്കി എടുക്കാൻ പറ്റും. അല്പം മോശമാണെങ്കിലും ഇവർക്ക് ബൂസ്റ്റ് ചെയ്ത് ഗംഭീരമാക്കാൻ പറ്റും. അപ്പം നല്ലൊരു അവതാരകൻ അല്ല, സാധാരണ ഒരാളെയാണ് ഇത് കോമ്പയർ ചെയ്യാൻ ഏൽപ്പിക്കുന്നതെങ്കിൽ ചിലപ്പോൾ ഉഗ്രം പരിപാടിയാണെങ്കിലും ആ പ്രോഗ്രാം എത്രത്തോളം മോശമാക്കാം എന്നുള്ള രീതിയിൽ നമുക്കറിയാം. പല രീതിയിലും അത് മോശമായി പോകാറുണ്ട് പല സ്ഥലത്തും. അപ്പോൾ അവതാരകനാണ് ഒരു സ്റ്റേജ് ഷോയുടെ നെടുന്തൂണെന്ന് പറയുന്നത്. അത് പലപ്പോഴും പലരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അവതാരകർക്ക് ഒരു സംഘടന എന്ന് പറഞ്ഞാൽ ശരിക്കും അത് വേണ്ടതാണ്. അവതാരകർക്ക് ഇപ്പോൾ കിട്ടുന്ന പരിഗണന പോരാ. അതിനകത്തൊരു സ്റ്റാർഡമുണ്ട്. ആ ഒരു സ്റ്റാർഡം ബൂസ്റ്റ് ചെയ്തെടുക്കണം. അങ്ങനെ ബൂസ്റ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പ്രോഗ്രാമിന് മികവുണ്ടാവും. അവതാരകർക്ക് കൂടുതൽ ഒരു പരിവേഷം കിട്ടുകയും ചെയ്യുമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഞങ്ങളുടെ മലനാട് ടി വിനോട്, ഞങ്ങളുടെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? ഇത് മലനാട് ടി വിയിലുള്ളതല്ല, ഇത് മലനാട് ടി വിയുടെ പ്രേക്ഷകരോടൊന്നല്ല, ലോകത്തിലുള്ള എല്ലാ പ്രേക്ഷകരോടും, പ്രത്യേകിച്ച് സ്റ്റേജ് ഷോയുമായി ബന്ധപ്പെട്ട കലാകാരന്മാർക്കും കലാസ്വാദകരോടും പറയുന്നൊരു കാര്യമാണ്. ഈ അവതാരകരുടെ ഒരു പ്രാധാന്യം എന്നുള്ളത് പലരും മനസ്സിലാക്കിയിട്ടില്ല. അതിൻ്റെ ഒരു പ്രാധാന്യം വളരെ വലുതാണ്. അവരാണ് ഒരു ഷോയെ വിജയിപ്പിക്കുന്നത്. താങ്ക് യു സോ മച്ച് ചേട്ടാ.
ഡോക്ടർ ജസ്ന ഫ്രം മലനാട് TV. നമ്മുടെ ഇന്നത്തെ നമ്മുടെ അവതാർ പ്രോഗ്രാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഗസ്റ്റായിട്ട് വന്നാണ് നമ്മുടെ ഹരി ചേട്ടൻ അല്ലേ? ഹരി ചേട്ടൻ, എന്താണ് അവതാർ പ്രോഗ്രാമിനെ കുറിച്ചിട്ട്, നമ്മളുടെ അസോസിയേഷനെ കുറിച്ചിട്ടൊക്കെ എന്താണ് പറയാനുള്ളത്? ശരിക്കും ഒരു പ്രോഗ്രാമിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അവതാരകരാണ്. കാരണം ആ പ്രോഗ്രാം എങ്ങനെ ബോറിംഗ് ഇല്ലാതെ കൊണ്ടുപോകാം. ഈ സെലിബ്രിറ്റികളൊക്കെ വരുമ്പോൾ അത് കാണാൻ വേണ്ടി വലിയ ക്രൗഡൊക്കെ കൂടുമെങ്കിലും ആ ക്രൗഡിനെ മാനേജ് ചെയ്യുക, അവരെ പിടിച്ചിരുത്തുക, അവർക്ക് അരോചകമല്ലാത്ത രീതിയിൽ സംസാരിക്കുക എന്നുള്ള വലിയ ടാസ്ക് എടുക്കുന്നത് അവതാരകരാണ്. കാണാൻ വരുന്ന സെലിബ്രിറ്റികളെ ആണെങ്കിലും ഈ വരുന്ന സെലിബ്രിറ്റികൾക്കോ ഈ കാഴ്ചക്കാർക്കോ ബോറടിക്കാതെ അത് ചെയ്യുന്നവരാണ് അവതാരകർ. ഏത് വലിയൊരു സ്റ്റേജ് ഷോയും കംപ്ലീറ്റ്ലി ഒരു വാക്കിൽ നിയന്ത്രിക്കുന്നവരാണ് അവതാരകർ. അവരെടുക്കുന്ന ജോലി എന്ന് പറയുന്നത് വലിയ റിസ്കി ജോലിയാണ്. എന്നാൽ അത്തരം ആളുകൾക്ക് ഒരു സംഘടന ഉണ്ടായിരുന്നില്ല. കാരണം അവർ അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങളുണ്ട്. സ്റ്റേജിൽ വെച്ച് അപമാനിതരാകുന്നവരുണ്ട്, പലപ്പോഴും പേയ്മെൻറ്റ് കൊടുക്കാത്ത സിറ്റുവേഷൻസ് ഉണ്ടാകാറുണ്ട്, അവരെ മോശമാക്കുന്ന രീതികളൊക്കെ ഉണ്ടാകാറുണ്ട്. അത്തരമുള്ള അവതാരകർക്കൊരു പ്രൊട്ടക്ഷൻ എന്നുള്ള നിലയിലാണ് അവർക്ക് വലിയ സപ്പോർട്ട് കൊടുക്കുക എന്ന നിലയിലാണ് അവതാരകർക്ക് വേണ്ടി ആദ്യമായി ഒരു സംഘടന അവതാർ രൂപം കൊടുത്തിട്ടുള്ളത്. അതിൽ എല്ലാ തരത്തിലുമുള്ള അവതാരകർ ഇതിൻ്റെ ഭാഗമാണ്. നല്ല നിലയിൽ പ്രവർത്തിക്കുകയാണ് ആ സംഘടന. ആ സംഘടനയ്ക്ക് കൂടുതൽ ആളുകൾ ഇപ്പോൾ കടന്നു വരുന്നുണ്ട്. അപ്പോൾ അവതാരകർക്ക് വേണ്ടി ആദ്യമായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് അവതാർ എന്ന സംഘടന. നമ്മുടെ പുതിയ കടന്നു വരുന്ന അവതാരകരോട് എന്താണ് പറയാനുള്ളത്? ഞാൻ അവതാരകരോട് പറയുന്നത്, ഒന്ന്, നമ്മളാണ് ഒരു വിഷയത്തെ മറ്റുള്ളവരുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. അത് നമുക്ക് രണ്ട് രീതിയിൽ എത്തിക്കാം. ഒന്ന് വലിച്ചു നീട്ടാം, വളരെ ക്രിസ്പി ആയിട്ട് പറയാനുള്ള കാര്യങ്ങൾ മാത്രം മറ്റുള്ളവരുടെ മുമ്പിലേക്ക് എത്തിക്കാം. ഇത് രണ്ട് തരത്തിൽ ചെയ്യാം. പക്ഷേ ആളുകൾക്ക് കൂടുതൽ ഇഷ്ടം പറയാനുള്ളൊരു കണ്ടന്റ് പെട്ടെന്ന് ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്, അധികം വലിച്ചു നീട്ടാതെ. അപ്പോൾ അതിൽ മാന്യമായ ഭാഷ, മാന്യമായ രീതിയിലുള്ള പ്രയോഗങ്ങൾ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് ഒരു അവതാരകൻ ഏറ്റവും ആദ്യമായിട്ട് വേണ്ടത്. കാരണം നമ്മൾ ഒരിക്കലും കൊടുക്കുന്ന കാര്യം നമ്മളെ കേൾക്കുന്നത് നമ്മുടെ ഏജിലുള്ളവർ മാത്രമല്ല, നമ്മളെക്കാൾ മുതിർന്ന ആളുകളും ഈക്വൽ ഏജിലുള്ള ആളുകളും ഒത്തിരി താഴ്ന്ന കുട്ടികളുമുണ്ട് എന്ന ബോധ്യത്തോടു കൂടി ഈ 3-4 കാറ്റഗറിയിലുള്ള ആളുകളെ ഒരേപോലെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ വേണം എപ്പോഴും അവതാരകർ അവരുടെ കാര്യങ്ങളെ പ്രസൻറ്റ് ചെയ്യാൻ. അത്തരത്തിൽ നിങ്ങൾക്ക് തന്നെ വായനാശീലത്തിലൂടെയും മറ്റുമൊക്കെ നിങ്ങൾക്കത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിയുന്നതേ ഉള്ളൂ. അപ്പോൾ അവതാരകർ അവരുടെ ഭാഷ എപ്പോഴും നല്ലതാക്കുക, സൗമ്യമാക്കുക, നല്ല വാക്കുകൾ ഉപയോഗിക്കുക. നമ്മുടെ മലനാട് ടിവിയോട് എന്താണ്? മലനാട് ടിവിയായിട്ട് എനിക്ക് വലിയൊരു കണക്ഷൻ ഉള്ളത്, ശരിക്കും എൻ്റെ ഗുരുസ്ഥാനത്തുള്ള ആളാണ് ഈ മലനാട് ടിവിയുടെ ഉടമ ജയേഷ് എന്ന് പറയുന്ന പത്തനാപുരത്തുള്ള ചേട്ടനാണ്. അദ്ദേഹം തുടങ്ങി വെച്ച, അദ്ദേഹത്തോടൊപ്പമുള്ള കുറച്ച് ഞങ്ങളുടെ വളരെ അടുപ്പമുള്ള ആളുകൾ, ഉമ്മച്ചൻ, പ്രദീപ് ഗുരുകുലം, ബദറുദ്ദീൻ മേടയിലൊക്കെ തുടങ്ങി വെച്ച ഒരു ചാനലിലാണ് ഞാൻ എൻ്റെ ജീവിതം ആരംഭിക്കുന്നത്, വാർത്താ വായനയിലൂടെ. അപ്പോൾ എനിക്ക് മലനാട് ടിവിയുമായി അത്രയേറെ ഒരു കണക്ഷനുണ്ട്. മലനാട് ടിവിയിൽ ഞാൻ കാണുന്ന ഒരു പ്രത്യേകത, ഈ എപ്പോഴും മറ്റുള്ള ചാനലുകളൊക്കെ ഈ ആളുകളെ അങ്ങോട്ട് ഇമ്പ്രസ് ചെയ്യിക്കാൻ പറ്റുന്ന വിഷയങ്ങൾ എടുക്കും. അതായത് ഒരു ആളുകൾക്ക് ഇപ്പോൾ ചെറിയൊരു ഇത്തിരി ഞരമ്പ് രോഗമുള്ള ആളുകൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ടോപ്പിക്കുകൾ എടുത്ത് ചർച്ച ചെയ്യുമ്പോൾ മലനാട് ടിവി മാത്രമാണ് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന, ജനങ്ങളെ ബാധിക്കുന്ന, ജനങ്ങൾക്ക് വേണ്ടിയ കാര്യങ്ങൾ, അത്തരമുള്ള സബ്ജക്റ്റുകൾ എടുത്തിട്ട് ചർച്ച ചെയ്യുന്നത്. മറ്റ് ചില ചാനലുകൾ അങ്ങനെ ചർച്ച ചെയ്യാറുണ്ടെങ്കിൽ പോലും ഇതിന് അവസാനം എന്ത് സംഭവിക്കുന്നു? ഈ പറയുന്ന ആളുകൾക്ക് ഇപ്പോൾ വലിയ ഒരു സ്ഥലത്ത് കുടിവെള്ളമില്ല, അവിടെ കുടിവെള്ളം എത്തിക്കണം എന്ന് പറഞ്ഞിട്ട് പലരും വാർത്ത ചെയ്യാറുണ്ട്. പക്ഷെ മലനാട് ടിവിയുടെ പ്രത്യേകത, അവിടെ കുടിവെള്ളം എത്തിക്കുന്നത് വരെ അതിൻ്റെ പിന്നാലെ പോവുകയും അവിടെ ശുദ്ധമായ കുടിവെള്ളം കിട്ടുമെന്ന് ഉറപ്പാക്കിയിട്ട് മാത്രം പിന്മാറുന്ന ഒരു ചാനലാണ് മലനാട് ടിവി. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലഘട്ടത്തിന് ഏറ്റവും വേണ്ടത് മലനാട് ടിവിയെ പോലുള്ള ചാനലുകളാണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. താങ്ക് യു സോ മച്ച്. നമ്മൾ മലനാടൻ ടിവിയുടെ പ്രോഗ്രാമിലാണ്. ഇന്ന് അവതാർ സംഗമത്തിനാണ് ആശ്രമം വന്നിരിക്കുന്നത്. എന്താണ് നമ്മുടെ അവതാർ അസോസിയേഷൻ, ഈ സംഗമത്തെ കുറിച്ചിട്ട്? എനിക്കാണ് ആദ്യമായിട്ടാണ് അറ്റൻഡ് ചെയ്യാൻ വരുന്നത്. അതെ. എന്താണ് ഇതിനെ കുറിച്ചിട്ടൊന്ന് പറയാനുള്ളത്, അവതാർ സംഗമത്തെ കുറിച്ചിട്ട്? അവതാർ സംഗമം എനിക്ക് ഓർമ്മ വരുന്നത്, ഞാൻ അവതാരികയായിരുന്നു മുമ്പ്. അപ്പം എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളുള്ള ഒരു ഗ്രൂപ്പാണിത്, സംഗമമാണ്. അപ്പം ഞങ്ങൾ പണ്ട് മുതലേ പരിചയമുള്ളവരെ കാണുമ്പോൾ ഉള്ള ഒരു സന്തോഷമുണ്ടല്ലോ. അപ്പോൾ എൻ്റെ പ്രോഗ്രാം പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, എന്നോടൊപ്പം കോമ്പയർ ചെയ്ത ആൾക്കാരുണ്ട്. അപ്പം അവരെല്ലാം കണ്ടതിൻ്റെ സന്തോഷവും അതുപോലെ ആ ഒരു കോമ്പയറിംഗ് വഴി വന്നതിൻ്റെയൊക്കെ അഭിമാനവും ഒക്കെ ഉണ്ട്. അതിൽ പറയണ കേട്ടു, ആങ്കറിങ്ങിൽ കൂടെയാണ് കടന്നു വന്നത്, ഒരുപാട് ആളുകൾ പരിചയക്കാരുണ്ടെന്നൊക്കെ. അതെ. പുതിയ സിനിമയെ കുറിച്ചിട്ട് ഇപ്പം പ്രളയശേഷം ജലകന്യകയാണ് റീസെൻ്റ് ആയിട്ട് റിലീസായിരിക്കുന്നത്. രാസ്തേ
ഇനിയും വരാൻ പോകുന്നുണ്ട് സിനിമകൾ. നല്ലൊരു ഡാൻസറാണെന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പം എങ്ങനെ ഡാൻസ് പ്രാക്ടീസ് ഒക്കെ പോകും? ക്ലാസിക്കലാണ് ഞാൻ ചെയ്തിരുന്നത്. ഇപ്പം ഒത്തിരി കാലമായിട്ട് ചെയ്യുന്നില്ല. സ്റ്റേജ് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ കുറവാണ്. അപ്പോൾ നമ്മുടെ മലനാടൻ ടി വിയിൽ പ്രേക്ഷകരോട് എന്താണ് മലനാടൻ ടി വിക്ക് ഒരുപാട് നല്ല പ്രോഗ്രാംസ് ആണോ നിങ്ങൾ ചെയ്യാറ്? അത് ശരിക്കും പറഞ്ഞാൽ ചാരിറ്റിയാണ് ഏറ്റവും കൂടുതൽ ബേസ് ചെയ്യുന്നത്. എന്തൊക്കെ നമ്മുടെ ജനങ്ങളുടെ ഇടയിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് നമ്മുടെ രാഷ്ട്രീയക്കാരുടെ അടുത്തും അല്ലെങ്കിൽ നമ്മുടെ സർക്കാരിൻ്റെ അടുത്തൊക്കെ ന്യൂസ് ചാനലാണ് ചൂണ്ടിക്കാണിക്കുക എന്നാണ് മെയിനായിട്ടുള്ള ഉദ്ദേശം. ഇപ്പം നമ്മളിങ്ങനെ കൊമേഴ്ഷ്യൽ ഇതിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ പ്രേക്ഷകരോട് മാമിന് പറയാം. നല്ല നല്ല ന്യൂസ്, ജെനുവിൻ ആയിട്ടുള്ള ന്യൂസുകൾ മലനാടൻ ടി വി വഴി പ്രേക്ഷകരിലേക്ക് എത്തിക്കുക. അതേപോലെ നിങ്ങൾക്കും ഒരു എൻ്റർടൈൻമെൻറ്റ് ചാനലായിട്ട് വേറൊരു ചാനൽ തുടങ്ങാനുള്ള എല്ലാവിധ സാഹചര്യവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. എൻ്റെ എല്ലാവിധ ആശംസകളും മലനാട് ടി വിക്ക്. ഹായ്, ഇറ്റ്സ് മീ അഡ്വക്കേറ്റ് ജസ്ന. നമ്മൾ മലനാട് ടി വിയിലെ ചാനൽ പ്രോഗ്രാമിലാണ്. ഇന്ന് അവതാറിലേക്ക് നമ്മുടെ സൽമാൻ വന്നിരിക്കുകയാണ്. എന്താണ് അവതാർ ഈ പ്രോഗ്രാമിനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ അസോസിയേഷനെ കുറിച്ചിട്ടൊക്കെ എന്താണ് പറയാനുള്ളത്? നമ്മുടെ ടീമിനെ ഇൻവൈറ്റ് ചെയ്തപ്പോൾ ഈ പരിപാടി എങ്ങനെയാണ്, എന്താണ് ഈ പരിപാടിയുടെ ഒരു ഇത് എന്നൊന്നും നമുക്കറിയില്ലായിരുന്നു. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് പരിചയമുള്ളവരാണ്. ഇങ്ങനത്തെ ഒരു വലിയൊരു ടീമിൻ്റെ ഒരു അസോസിയേഷൻ എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. കാരണം നമുക്കറിയാം, നമ്മൾ ഒരുപാട് നാളുകളായിട്ട് ഇപ്പോൾ നമ്മുടെ ലൈഫിലാണെങ്കിൽ പോലും നമുക്ക് ഇവരെ അവതാരകരെ കൊണ്ടുള്ള നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടായിട്ടുണ്ട്. കാരണം നമ്മളുടെ അടുത്ത് ചോദ്യം ചോദിക്കുമ്പോൾ നമ്മളെപ്പറ്റി ജനങ്ങൾ അറിയുന്നതും അല്ലെങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും ജനങ്ങൾ അറിയുന്നത് ഇവരുടെ ഓരോ ചോദ്യത്തിലൂടെയാണ്. നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളും ഇവരിലൂടെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അങ്ങനൊരു ടീമിൻ്റെ അസോസിയേഷനിൽ വരാൻ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ഞങ്ങളുടെ സിനിമ ആഘോഷം അതിൻ്റെ കൂടെ ഭാഗമായിട്ട് എത്തിച്ചേർന്നതിൽ ഒരുപാട് സന്തോഷം. അതെ, ആഘോഷ മൂവി എന്ന് പറയുന്നത് നമ്മുടെ ഇതിന് മുന്നേ നമ്മൾ ഗുമസ്തൻ എന്ന് പറഞ്ഞ സിനിമ ചെയ്തിരുന്നു. അതേ ടീം തന്നെയാണ് ഇപ്പോൾ ആഘോഷം മൂവി ചെയ്യുന്നത്. അതേ ടീമിൻ്റെ ഒപ്പം ചേരുമ്പോൾ ഒരുപാട് സന്തോഷം. വീണ്ടും അവരുടെ ഒപ്പം ഒരു സിനിമ ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. മലനാട് ടി വി പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? എല്ലാവരും ഞങ്ങളുടെ സിനിമ തിയേറ്ററിൽ വരുമ്പോൾ പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക. ഒരു ടീമിൻ്റെ എഫേർട്ടാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു സിനിമയായിരിക്കും. സോ എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണാം. താങ്ക് യു സോ മച്ച്. മലനാട് ടി വി ഇന്ന് നമ്മുടെ അവതാർ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അസോസിയേഷൻ പ്രോഗ്രാമിലേക്ക് വന്നിട്ട് നമ്മുടെ ഡോക്ടർ റോണിയെ സ്വാഗതം ചെയ്യുന്നു. എന്താണ് അവതാർ അസോസിയേഷൻ, അതായത് ഈ ഒരു അസോസിയേഷനെ കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത്? അല്ല, അത് ഒരു പുതിയൊരു കൂട്ടായ്മയാണല്ലോ. അവതാരകർക്ക് വേണ്ടി മാത്രമായിട്ട് നമ്മൾ ഒരു പുതിയ സംഘടന രൂപീകരിക്കുന്നു. നല്ലതല്ല ഇങ്ങനെയുള്ള ഒരു സംഘടന രൂപീകരിക്കുന്നതും അവരുടേതായ കുറേ കാര്യങ്ങൾ സംരക്ഷിക്കാനൊക്കെ ആയിട്ട് ഒരു പരിപാടി പുതിയതായിട്ട് തുറക്കുന്നത് എപ്പോഴും നല്ലതാണല്ലോ. ഇനിയിപ്പോൾ എന്തൊക്കെയാണ് സംഘടനയുടെ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് എനിക്കറിയില്ല. നല്ല തോതിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്കെല്ലാം ഒരു സുരക്ഷയാണല്ലോ. 7-8 വർഷമായിട്ട് തോന്നുന്നത് സ്റ്റാർട്ടപ്പ് ആയിട്ട് 3 വർഷമായിട്ടാണ് ഈ ആക്റ്റീവായിട്ട് തുടങ്ങുന്നത്. പുതിയതായിട്ട് വരുന്ന നമ്മളുടെ അവതാരികമാർക്ക് എന്താണ് ഒരു അഡ്വൈസായിട്ട് കൊടുക്കാൻ പറ്റുക? അഡ്വൈസായിട്ട് ഇപ്പോൾ എല്ലാവരും അല്ല, കുറേ പേര് നല്ല തോതിൽ ഇതിനെക്കുറിച്ചൊക്കെ നമ്മളിപ്പോൾ ഒരാൾ ഇൻ്റർവ്യൂ ചെയ്യാന്നുണ്ടെങ്കിൽ നല്ല തോതിൽ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടൊക്കെ വരും. ആരാണ് ഈ വ്യക്തി, ഇയാൾ എന്താ ചെയ്തിരിക്കുന്നത്. ചിലർ അവിടെ കയറുന്നതിനേക്കാൾ ചിലപ്പോൾ ലാസ്റ്റ് മൂമെൻറ്റിൽ ചിലർക്ക് ഇന്ന ആളാണെന്ന് പറഞ്ഞ് കൊടുക്കുമ്പോഴൊന്നും ചിലർക്ക് പ്രിപ്പയർ ചെയ്യാൻ സമയം കിട്ടാറില്ല. ചിലർ അങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ സമയം കിട്ടിയാലും പ്രിപ്പയർ ചെയ്യാതെ വരുന്നവരുണ്ട്. അപ്പോൾ അതെന്താ കുഴപ്പമെന്ന് വെച്ചാൽ നമുക്ക് അവരായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ നമുക്കൊരു ഫ്രീക്വൻസി ലെവലായിട്ട് സെറ്റ് ആവില്ല. അല്ലല്ല, തനിക്കൊന്നല്ല ഞാൻ പൊതുവെ പറഞ്ഞു. അപ്പോൾ അത് കുറച്ചുകൂടി ആത്മാർത്ഥപൂർവ്വം കുറച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇരുന്ന്, കാരണം വെച്ചാൽ ചിലപ്പോൾ ഇപ്പോൾ നമ്മുടെ ഓൺലൈൻ പ്രൊമോഷൻ വീഡിയോസ് നമ്മൾ ഒരു ദിവസം മുഴുവൻ 8, 10, 12 ആണല്ലോ നമ്മളിപ്പോൾ ഒരു ദിവസം ചെയ്യുന്നത്. അപ്പോൾ ഒരു 5-6 കഴിയുമ്പോൾ നമ്മൾ ഭയങ്കര മോണോട്ടോണസ് ആവും. അപ്പോൾ നിങ്ങളുടെ ചോദ്യങ്ങളാണ് ശരിക്കും നമുക്ക് എനർജി തരുന്നത്. അപ്പോൾ അങ്ങനെ നന്നായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നവരെന്ന് പറയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് നമ്മളത് എങ്ങനെയും തീർത്ത് നോക്കും.
നിങ്ങളും അങ്ങനെ തന്നെ ശ്രമിക്കുമ്പോൾ വെച്ചാൽ ഭയങ്കര ബോറാവും. അപ്പോൾ നമ്മുടെ മലനാട് ടി വി പ്രേക്ഷകരോട് നമ്മുടെ ഒരു ലൈവ് ന്യൂസ് ചാനലാണ്. അപ്പോൾ എന്താണ് സാർ പറയാനുള്ളത്? ഒന്നുമില്ല, എല്ലാ പ്രേക്ഷകരും ആവുന്നതും എന്താ പറയുക, സിനിമകൾ തിയേറ്ററിൽ തന്നെ ഒന്ന് കാണാൻ നോക്കുക. സിനിമ എന്നുള്ള വ്യവസായം ശരിക്കും പറഞ്ഞാൽ ഈ കാണുന്ന ഒരു എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയേക്കാളുപരി ഒരുപാട് പേരുടെ അന്നം നൽകുന്ന ഒരു ഇൻഡസ്ട്രി കൂടിയാണ്. ലൈക്ക് പ്രൊഡ്യൂസർമാർ, അല്ലെന്നുണ്ടെങ്കിൽ പ്രൊഡ്യൂസേഴ്സ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, എക്സിബിറ്റേഴ്സ്, ഈവൻ നമ്മൾ ടിക്കറ്റ് കയറി തരുന്ന പയ്യന്മാർ മുതൽ അവിടെ ക്ലീൻ ചെയ്യുന്ന സ്റ്റാഫ് മുതൽ ഒരുപാട് പേര് ഇതിനെ ബേസ് ചെയ്ത് ഒരുപാട് ആൾക്കാർ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആവുന്നതും എല്ലാവർക്കും ഈ ഉപദേശം ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം, പക്ഷെ എന്നാലും ആവുന്നതും സിനിമകൾ തിയേറ്ററിൽ വന്ന് കാണാമെന്നുണ്ടെങ്കിൽ നന്നായിരുന്നു. അത്ര പറയാനുള്ളൂ. പിന്നെ ചാനൽ എല്ലാ പ്രവർത്തകർക്കും അവിടെ തന്നെ ചാനൽ കാണുന്ന എല്ലാവർക്കും വരുന്ന ക്രിസ്മസ് ന്യൂ ഇയർ ഗംഭീരമാട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. അവതാരപ്പിറവികളിവിടെ ഒന്നായി തീർന്നൊരു നിമിഷം, അവനിലെ ബോറടി മാറ്റും അവതാരകരുടെ കൂട്ടം. അവതാർ, ഹേ അവതാർ, അവതാർ, ഹേ അവതാർ. ചാനലിലെ ചിത്രങ്ങളും സുട്ടേജിലെത്തും സ്റ്റാറുകളും, റേഡിയോ തൻ ശബ്ദക്കുളിരും കമന്തരിയിൽ കത്തുന്നോരും കരളൊന്നായി കൈകോർക്കുന്നിവിടെ. പ്രസാദിന്റെ മുടി വിഗ് വെച്ചിട്ടാണോ? ആര് കണ്ടാലും എനിക്ക് ഒറിജിനൽ മീഡിയ ഇത് വിൽക്കുന്നല്ല. നോക്ക് അതെ, ഇത്ര മോശമായ വിഗ് ആർക്കും ഉണ്ടാക്കാൻ പറ്റില്ല. നാടിനാകെ നന്മകൾ ചെയ്യാൻ